ഈ വർഷം ഭൂമി ഇങ്ങനെ വരണ്ടുണങ്ങി കിടക്കുകയായിരുന്നു. മഴയേ ഇല്ലാത്ത അവസ്ഥ. പെട്ടെന്ന് ചീറിപ്പാഞ്ഞ് മഴ വരുന്നു. മഴ തുടങ്ങിയപ്പോൾ മഴയോട് മഴ. അങ്ങനെ മഴ തിമിർത്ത് പെയ്യുന്ന ഒരു വൈകുന്നേരം എൻ്റെ ഒരു ചങ്ങാതി എന്നെ ഫോണിൽ വിളിക്കുന്നു. അയാൾ എന്നോട് പറഞ്ഞു, ഒടുക്കത്തെ മഴ നിമിത്തം പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. ഞാനപ്പോൾ ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, മകനെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നീ എന്നോട് പറഞ്ഞു ഒടുക്കത്തെ ചൂട് നിമിത്തം അകത്തിരിക്കാൻ വയ്യ. ഇപ്പോൾ ഒടുക്കത്തെ മഴ നിമിത്തം നിനക്ക് പുറത്തിറങ്ങാൻ വയ്യ. ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചു. ശരിയല്ലേ? പഴമക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട്, അക്കരെ ഇരിക്കുമ്പോൾ ഇക്കരെ പച്ച, ഇക്കരെ ഇരിക്കുമ്പോൾ അക്കരെ പച്ച. നമ്മളങ്ങനെയൊക്കെയാണ്. നമുക്ക് പലപ്പോഴും ഉള്ളതിൽ ആനന്ദം കണ്ടെത്താൻ സാധിക്കാറില്ല. ശരിയല്ലേ? നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നാട്ടിലെ കുണ്ടും കുഴിയും വൃത്തികെട്ട അവസ്ഥകളും കണ്ട് പരിഭവിച്ച് നമ്മൾ മറുനാട്ടിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പറയും. മറുനാട്ടിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളവിടെ സംതൃപ്തരാണോ? അപ്പോഴും സംതൃപ്തിയില്ല. സംതൃപ്തിയോടുകൂടി അല്പം ഗൃഹാതുരത്വ ചിന്തകൾ കൊണ്ടുവന്നാൽ ഓക്കെ. ഇത് ഒരു തൃപ്തിയുമില്ലാതെ നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്നൊക്കെ പാടിക്കൊണ്ട് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ നാടിനെക്കുറിച്ച് ഗൃഹാതുരത്വത്തോടുകൂടി ചിന്തിക്കും. ഗൃഹാതുരത്വം ചില നേരത്ത് ഒരു രോഗമാണ്. കാരണം ഒരു നേരത്തും തൃപ്തിയില്ലായ്മ എന്ന രോഗലക്ഷണം കാണിക്കുന്ന ഒരുതരം രോഗമാണ് ഗൃഹാതുരത്വം, നൊസ്റ്റാൾജിയ. അതുകൂടി തിരിച്ചറിയുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് നമ്മൾ എന്തുകൊണ്ടാണ് തൃപ്തരല്ലാത്തത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. ആർ യു സാറ്റിസ്ഫൈഡ് എന്നൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളെന്ത് ഉത്തരം പറയും? ഞാൻ എന്നോട് തന്നെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സംതൃപ്തി കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? അതറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്. മനുഷ്യരുടെ സഹജമായൊരു സ്വഭാവമുണ്ട്. ഒന്നിലും തൃപ്തി വരില്ല, എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഈസോപ്പ് കഥ സുന്ദരമായി അവതരിപ്പിക്കുന്നുണ്ട് ഈ ഒരു മനോഭാവത്തെ. ഒരു കാക്ക തൃപ്തിയോടുകൂടി ജീവിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് അതൃപ്തി വന്നു ഒരു അരയന്നത്തെ കണ്ടപ്പോൾ. കാരണം കാക്കയ്ക്ക് ഒരു തെറ്റിദ്ധാരണ, കറുകറുത്ത തന്നെ നിറം പോരാ, വെളുവെളുത്ത അരയന്നത്തിൻ്റെ നിറം ഗ്രേറ്റ്. അതുകൊണ്ട് അസൂയയും അസ്വസ്ഥതയും ഒരുമിച്ച് വന്നു. അരയന്നത്തോട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും തൃപ്തിയുള്ള പക്ഷി നീയായിരിക്കും, നീ വെളുവെളുത്ത അരയന്നല്ലേ. അപ്പോൾ അരയനം പറഞ്ഞു, ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു, വെളുവെളുത്ത ഞാനാണ് ഏറ്റവും തൃപ്തിയുള്ള ആളെന്ന്. പക്ഷേ ആ തൃപ്തി എന്ന ഭാവം മാറിപ്പോയി ഒരു തത്തയെ കണ്ടപ്പോൾ. തത്തയ്ക്ക് പല വർണ്ണ കുപ്പായമാണ്, എന്തെന്ത് കളറുകളാണ് അവൻ്റെ ശരീരത്തിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഒറ്റ നിറം മാത്രമുള്ള എന്നേക്കാൾ തൃപ്തി കൂടുതലുള്ളത് ഈ തത്ത ആണെന്ന്. തത്തയെ സമീപിച്ച് കാക്ക ചോദിച്ചു, നീയല്ലേ ലോകത്തെ ഏറ്റവും തൃപ്തിയുള്ള പക്ഷി? തത്ത പറഞ്ഞു, ഏയ് ഞാനല്ല, ഞാനങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഞാനൊരു മയിലിനെ കണ്ടെത്തി. എനിക്ക് പഞ്ചവർണ്ണ കുപ്പായമുണ്ട്, പക്ഷെ അവന് ജ്വലിക്കുന്ന സ്വർണ്ണവർണ്ണ കുപ്പായമാണുള്ളത്. അവനെപ്പോലെ എനിക്ക് സൗന്ദര്യമില്ല, അഴകില്ല. അതുകൊണ്ട് ഏറ്റവും തൃപ്തിയുള്ളത് മയിലിന് തന്നെയാണ്. കാക്ക മയിലിനോട് ചോദിച്ചു, ഏറ്റവും തൃപ്തി നിനക്കാണല്ലേ? മയിൽ പറഞ്ഞു, അയ്യോ, എനിക്ക് സത്യത്തിൽ അസൂയ നിന്നോടാണ്. എൻ്റെ ചിന്ത നീയാണ് ഏറ്റവും തൃപ്തിയുള്ള ആളെന്നാണ്. കാരണം എനിക്കിങ്ങനെ ഈ ജ്വലിക്കുന്ന സ്വർണ്ണവർണ്ണം ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾ എവിടെ പോയാലും എന്നെ പിടിച്ചു കൂട്ടിലാക്കും, എന്നെ ബന്ധനത്തിലാക്കും. നിന്നെ ആരെങ്കിലും ബന്ധനത്തിലാക്കുന്നുണ്ടോ? നിനക്ക് എവിടെ ചെന്നാലും സ്വാതന്ത്ര്യമല്ലേ? ഞാൻ കരുതുന്നത് നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും തൃപ്തിയുള്ള കിളി എന്ന്. എനിക്ക് നിന്നോട് അസൂയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, ജീവിതത്തിൽ നമ്മളെപ്പോഴും പുറത്തുള്ള ബെറ്റർ അവസ്ഥകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമുക്ക് അതൃപ്തി വരുന്നത് അതുകൊണ്ടാണ്, സംതൃപ്തിയില്ലായ്മ വരുന്നത് അതുകൊണ്ടാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ മനസ്സിലാക്കുക, അതൃപ്തിയുടെ ആദ്യത്തെ കാരണം മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തലാണ്. നിങ്ങൾ ഒരു ജോലി ഇല്ലാതിരുന്ന സമയത്ത് എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതി എന്നായിരുന്നു. കിട്ടിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ജോലിയുള്ള ആളുമായി താരതമ്യപ്പെടുത്തി നിങ്ങൾക്ക് അതൃപ്തി വന്നു. നിങ്ങൾക്ക് ഒരു സൗന്ദര്യമില്ല എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ തൃപ്തരായിരുന്നു. പക്ഷെ നിങ്ങൾ പതുക്കെ സൗന്ദര്യം കൂട്ടിയ ഒരാളായി മാറിയപ്പോൾ അതിനേക്കാൾ സൗന്ദര്യം കൂടുതലുള്ള വ്യക്തിയുമായിട്ട് താരതമ്യപ്പെടുത്തി നിങ്ങൾക്ക് അസൂയയും അസ്വസ്ഥതയും ഒരുപോലെ വന്നു. നിങ്ങൾക്ക് വീടേ ഇല്ലാതിരുന്ന സമയത്ത് ഒരു വീട് വെച്ചാൽ മതി എന്നായിരുന്നു. പക്ഷേ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ കൊട്ടാരം പോലുള്ള മറ്റ് വീടുകളുമായി താരതമ്യപ്പെടുത്തി നിങ്ങളുടെ വീടിനകത്ത് അതൃപ്തിയോടുകൂടി മറ്റേ വീടിനെക്കുറിച്ച് സ്വപ്നം കണ്ട് കിടക്കുകയാണ്.
എപ്പോഴും നമ്മൾക്ക് താരതമ്യപ്പെടുത്തി അസ്വസ്ഥത കൊണ്ടുവരിക എന്നുള്ള ഒരു രോഗമുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി തിരിച്ചറിയുക. തൃപ്തിയില്ലായ്മയുടെ രണ്ടാമത്തെ കാരണം എന്താണ്? അതിയായ അസംതൃപ്തിയോടുകൂടി മതിയെന്ന് പറയാൻ നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥ. അതാണ് കാരണം. മതിയെന്ന് പറയാൻ പറ്റാത്തതാണ് നിങ്ങളുടെ അതൃപ്തിക്ക് കാരണം എന്നെൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി തിരിച്ചറിയുക. ആലോചിച്ച് നോക്കുക, എത്ര കിട്ടിയിട്ട് നമുക്ക് മതി വരുന്നുണ്ട്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരു ഉപമ പറയുന്നുണ്ടല്ലോ. ഒരു കുട്ടിയെ ഒരു മുറിയിലേക്ക് കടത്തി വിട്ടിരിക്കുകയാണ്. ആ മുറിയിൽ ഇഷ്ടം പോലെ ആപ്പിളുകൾ ഒരു കൂടയിൽ വെച്ചിട്ടുണ്ട്. കുട്ടിയോട് പറഞ്ഞു, കൂടെ എടുക്കാൻ പാടില്ല, ആവശ്യത്തിന് ആപ്പിൾ നിനക്ക് തിന്നുകയോ എടുക്കുകയോ ചെയ്യാം. കുട്ടിക്ക് നല്ല വിശപ്പുണ്ട്. അവന് ഒരാപ്പിളെടുത്ത് കടിച്ച് തിന്നാൻ തുടങ്ങിയപ്പോൾ അവനോർത്തു, ഇപ്പം തിന്നിട്ട് പോയി കഴിഞ്ഞാൽ മറ്റാപ്പിളുകൾ എടുക്കാൻ പറ്റില്ലല്ലോ, ഒരുമിച്ച് എല്ലാ ആപ്പിളും എടുത്തുകൊണ്ട് പോകാം, എന്നിട്ട് വീട്ടിൽ പോയി കഴിക്കാം. പാതി കടിച്ച ആപ്പിൾ ഇങ്ങനെ വെച്ചിട്ട് അവന് ഒരു ആപ്പിളെടുത്തു, രണ്ടാമത്തെ ആപ്പിളെടുത്തു, മൂന്നാമത്തെ ആപ്പിളെടുത്തു. എല്ലാം നെഞ്ചോട് ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവസാനത്തെ ആപ്പിൾ കൂടി എടുക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ ആപ്പിളും നിലത്തേക്ക് വീഴുന്നു. ഇനി പൊട്ടിക്കറിയുന്ന കുട്ടിയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. ആ കുട്ടിക്ക് എൻ്റെ രൂപമുണ്ട്, നിങ്ങളുടെ രൂപമുണ്ട്. മതിയെന്ന് പറയാത്ത ഒരാൾ. പണ്ടത്തെ കവി എഴുതി വെച്ചു, അതിയാം അസംതൃപ്തി ഔന്നത്യ സൗദദ്വാരം മതിയെന്നതാം ഭാവം ശ്രേയസിൻ പ്രതിബന്ധം. അതായത് മതിയെന്ന് പറഞ്ഞാൽ ശ്രേയസിന് അത് പ്രതിബന്ധമാണ്. അതിയായ അസംതൃപ്തിയോടുകൂടി ഓടിക്കൊണ്ടിരിക്കണമെന്നാണ്. അത് ചില ബിസിനസ് ടൈക്കൂൺസിനൊക്കെ ശരിയായിരിക്കാം. പക്ഷേ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മതിയെന്ന് പറയാനുള്ള കപ്പാസിറ്റിയാണ് ഏറ്റവും വലിയ കപ്പാസിറ്റി. ഏറ്റവും വലിയ ആർട്ട് മതിയെന്ന് പറയേണ്ടിടത്ത് മതിയെന്ന് പറയാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്കുണ്ടോ ആ കപ്പാസിറ്റി, ആ ആർട്ട് നിങ്ങൾ കരഗതമാക്കിയിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചോദിക്കുക. അപ്പോൾ മതിയെന്ന് പറയാൻ സാധിക്കണം. ബുദ്ധൻ കൊട്ടാരം വിട്ടു പോയപ്പോൾ അച്ഛൻ അയാളെ തടയാൻ വേണ്ടി പ്രസേനജിത്ത് രാജാവിനെ നിയോഗിച്ചു. പ്രസേനജിത്ത് രാജാവ് വഴിയിൽ തടഞ്ഞിട്ട് പറഞ്ഞു, എടാ, നിനക്ക് വേണ്ടി 2 കൊട്ടാരം നിൻ്റെ അച്ഛനുണ്ടാക്കിയിട്ടുണ്ട്, ഇനി മറ്റൊരു കൊട്ടാരം കൂടി നിനക്ക് ഞാൻ തരാം. ആ കൊട്ടാരത്തിലെ പൊന്നും പണവും ഒക്കെ നിൻ്റേതാണ്, എൻ്റെ മകളും നിൻ്റേതാണ്, നീ അതുകൊണ്ട് സന്യാസ വഴിയിലേക്ക് പോകരുത്. സിദ്ധാർത്ഥൻ, ബുദ്ധനായി മാറിയ സിദ്ധാർത്ഥൻ ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിക്കാം, ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, ഉത്തരം വ്യക്തമാണെങ്കിൽ ഞാൻ അങ്ങേ അനുഗമിക്കാം, അല്ലെങ്കിൽ അങ്ങ് എന്നെ അനുഗമിക്കണം. ചോദ്യം ഇതാണ്, അങ്ങേക്ക് കൊട്ടാരമുണ്ട്, പൊന്നുണ്ട്, പണമുണ്ട്, പെണ്ണുങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ രാജാവേ, ചോദ്യം ഇതാണ്, ആർ യു ഹാപ്പി? നിങ്ങൾക്ക് ആനന്ദമുണ്ടോ? ഇഫ് യു ആർ നോട്ട് ഹാപ്പി ദെൻ സംതിങ് ഈസ് ലാക്കിങ്. എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതെന്താണെന്ന് കണ്ടെത്തണം. രാജാവ് ഞെട്ടിപ്പോയി. അങ്ങനത്തെ ഒരു ചോദ്യമാണ്, ചെറു ചോദ്യമാണ്, ലളിതമാണ്, പക്ഷെ ഉത്തരം നൽകാൻ പറ്റുന്നില്ല. ആർ യു ഹാപ്പി? അയാളിങ്ങനെ മൗനം പൂണ്ടിരുന്നു. പിന്നെ പതുക്കെ ബുദ്ധനെ അനുഗമിച്ച് അയാളുടെ വഴിയിലൂടെ നടന്നുപോയി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അതിയായ അസംതൃപ്തിയുള്ള മനുഷ്യർ, മതിയെന്ന് പറയാത്തവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല. അവർക്ക് ആർത്തി മാത്രമേ ഉണ്ടാവുള്ളൂ. ആർത്തിയിൽ നിന്ന് കുറേ ആഹ്ലാദം ഉണ്ടാവും. പക്ഷേ ആർത്തി കുറയുന്നിടത്ത് യഥാർത്ഥ ആനന്ദം വരുമായിരുന്നു. ഇത് ആർത്തി കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ആഹ്ലാദം അപ്പം മാറിക്കൊണ്ടിരിക്കും. ദാ വന്ന് ദേ പോയി എന്ന അവസ്ഥയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ചിലതൊക്കെ വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകണം. ഇനി നിങ്ങൾക്ക് തൃപ്തിയില്ലാത്തതിൻ്റെ കാരണം മറ്റൊന്നു കൂടിയുണ്ട്. നിങ്ങൾക്ക് കടുത്ത അസൂയുണ്ട്. അസൂയ എല്ലാവരോടുമുണ്ട്, എല്ലാത്തിനോടുമുണ്ട്. എഡിസനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നന്ദിയോടെ കൈകൂപ്പും. കാരണം ഈ ഫിലമെൻ്റൊക്കെ കണ്ടുപിടിച്ചത് അയാളാണല്ലോ, ലോകത്ത് വെട്ടം തന്നൊരു മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യനെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുക, ഇത്രയ്ക്ക് ജീനിയസ് ആയിരുന്ന ആൾ അത്രയ്ക്കേറെ അസൂയാലുവ കൂടിയായിരുന്നു. 1000 ഇൻവെൻഷൻസ് നടത്തി പേറ്റൻറ്റ്സ് നേടിയ ആളാണ്. 100 കണക്കിന് കമ്പനികൾ അയാൾക്കുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആൾ ഒരിക്കലും തൃപ്തനല്ലായിരുന്നു. എപ്പോഴും അയാൾക്ക് ഓട്ടം നടത്തുന്ന ഒരാളുടെ മനോഭാവമായിരുന്നു. എല്ലാവരെയും പ്രതിയോഗികളായിട്ട് കണ്ടു. ചിലരെയൊക്കെ കശക്കി എറിഞ്ഞിട്ടുണ്ട്, അവർ വളരുമെന്ന് കരുതിയിട്ട്. ചരിത്രത്തിൽ അങ്ങനെയെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരാളെ ചൂണ്ടിക്കാട്ടിയിട്ട് ഈ മനുഷ്യൻ പൂർണ്ണമായും ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുകയാണ്, ഞാൻ പറയും അയാൾ പൂർണ്ണമായും 100% ഒരു പരാജയമാണെന്ന്. അതായത് അതിയായ അസംതൃപ്തിയോടുകൂടി മതിയെന്ന് പറയാതെ ഓടുന്നവരായിരിക്കണം ആളുകൾ എന്ന് ഇദ്ദേഹം പറയുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ അവസാന കാലഘട്ടങ്ങളിൽ വല്ലാതെ വിഷമിച്ച് അസ്വസ്ഥതയോടുകൂടി മരിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുക.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അസൂയ മൂത്ത ആൾക്ക് സന്തോഷം ഉണ്ടാവില്ല. അയാൾക്ക് എപ്പോഴും കമ്പാരിസൺ വരും, എപ്പോഴും അസ്വസ്ഥത വരും, എപ്പോഴും മറ്റുള്ളവരുള്ള പ്രതികാര ദാഹം വരും, മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ചിന്ത വരും. പിന്നെ എങ്ങനെ അയാൾക്ക് ഉറക്കമുണ്ടാവും? അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ വല്ലാതെ ദുഃഖത്തിൽ ആഴ്ത്തുന്നത് എന്ന് തിരിച്ചറിയുക. ഇനി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരികെ വരിക. നിങ്ങൾ ജീവിതത്തിൽ കുട്ടിയായിരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ശ്രമിച്ച് പഠിക്കണം, സ്കൂളിലെത്തണം. സ്കൂളിലെത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞു അയ്യോ ഒടുക്കത്തെ പഠനഭാരമാണ്, ഇനി പതുക്കെ കോളേജിലേക്ക് എത്തണം, ഉഴപ്പാണ്. അവിടെ ചെന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു ഒടുക്കത്തെ ഉഴപ്പാണ് അവിടെ. പിന്നെ നിങ്ങൾ വീണ്ടും ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിച്ചു, കഷ്ടപ്പെട്ട് നിങ്ങൾ നേടിയെടുത്ത പണി നിങ്ങൾ പറഞ്ഞു ഒടുക്കത്തെ പണിയാണ്. പിന്നെ നിങ്ങളുടെ പ്രണയസമയത്ത് നിങ്ങൾ പറഞ്ഞു ഒടുക്കത്തെ പ്രണയമായിരുന്നു. പ്രണയിച്ച് സ്വന്തമാക്കിയ ആളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു പണ്ട് ഒടുക്കത്തെ സ്നേഹമായിരുന്നു, ഇപ്പോൾ ഒടുക്കത്തെ ഡിമാൻഡാണ്, ഒടുക്കത്തെ ബന്ധനമാണ്. പണ്ടത്തെ നിങ്ങളുടെ സ്വപ്നമായിരുന്ന ജോലിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ഇത് തന്നെയാണ്. കിട്ടാൻ ഒടുക്കത്തെ ശ്രമം നടത്തിയതാണ്, ഒടുക്കത്തെ പാടായിരുന്നു, കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ പണിയായിപ്പോയി. മൊത്തത്തിൽ നമുക്ക് നിരാശയാണ്. അവസാനം ജീവിതത്തിൽ ഒടുക്കത്തെ ഓട്ടം ഓടിയിട്ട് നിങ്ങൾ പറയുമോ ഓ ഒടുക്കത്തെ വല്ലാത്ത ഓട്ടമായിരുന്നു, ഇനി ഒരു ഒടുക്കത്തെ റെസ്റ്റ് വേണം. അങ്ങനെയാണോ പറയാൻ പോകുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, പൗലോസ് അപ്പോസ്തലനെ പോലെ പറയണം, ഞാൻ നല്ല ഓട്ടം ഓടി, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് തരിക. അങ്ങനെ പറഞ്ഞ ആത്മസംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നല്ല യാത്ര നേരുന്നു.